നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എനിക്ക് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചാ അത് കൃത്യമായിട്ട് പറയാനും എനിക്കറിയില്ല. അതുപോലെ തന്നെ വിശാൽ സാറിനും എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നത്രേ. ഈ സന്തോഷത്തിനൊക്കെ ഇടയിലും ഈ വക ചിന്തകൾ എന്റെ മനസ്സിനെ വല്ലാതെ അലട്ടുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ താമസിക്കുന്ന മുത്തശ്ശനെ കുറിച്ചും എനിക്ക് ചില സംശയങ്ങളുണ്ട്. ശേഖറിനെ കുറിച്ച് എന്ത് സംശയം മോൾക്കുള്ളത്? അദ്ദേഹത്തിലെ ആകെ ഒരു ദുരൂഹതയാ. കണ്ണിന് കാഴ്ചയില്ലാത്ത അദ്ദേഹത്തെ സഹതാപം തോന്നി ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നതും അദ്ദേഹത്തിന് ഇവിടെ അഭയം കൊടുത്തതും ഞാൻ തന്നെയാണ്. ഏതോ ഒരു ശേഖരനെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വരണമെന്ന് എന്നെ നിർബന്ധിച്ചത് ദേവമ്മ തന്നെയല്ലേ? അയാള് ആരോരും ഇല്ലാത്തൊരു പാവമാണല്ലോ എന്ന് കരുതിയ ഞാൻ അങ്ങനെ ചെയ്തത്. പക്ഷേ ഇപ്പോ ഞാൻ അറിയുന്ന അയാളാണ് ഗായത്രിയമ്മയുടെ ജീവൻ എടുത്തതെന്ന് അറിയുമ്പോ ഞാൻ കേട്ടത് ശരിയാണോ ദേവമ്മേ? നിന്നോട് ഇതാരാ പറഞ്ഞത്? ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു ഇൻഷുറൻസ് കമ്പനിന്ന് ഒരാള് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ശേഖര മേനോൻ എന്ന ആളിന്റെ ഇൻഷുറൻസ് എന്തോ ആയിന്ന് പറയാൻ അയാള് വന്നത്. എന്താ ഇപ്പൊ അതിനെ പറയുന്നേ? മെച്യൂരിറ്റി. ആ അത് തന്നെ. അത് പറയാൻ അയാള് വന്നത്. അതേതാണ്ട് 1 കോടി രൂപയുണ്ടെന്നാ പറഞ്ഞത്. അതുണ്ടാവും. എന്നിട്ട് ശേഖര മേനോൻ എന്ന പേര് കേട്ടതും വിശാൽ സാറ് ചൂടായി. അന്നേരം ഞാൻ സാറിനോട് ചോദിച്ചു ശേഖര മേനോൻ ആരാണെന്ന്. അപ്പൊ സാറ് പറഞ്ഞത് അയാളാണ് ഗായത്രി അമ്മ. ഇല്ല മോളെ, വിശാലിന്റെ ആ ധാരണ തെറ്റാണ്. അയാൾ കാരണമല്ല ഞാൻ മരണപ്പെട്ടത്. അയാളുടെ കൈകൊണ്ടല്ല എനിക്ക് ജീവഹാനി സംഭവിച്ചത്. പിന്നെ ആരാണത് ചെയ്തത്? നിന്റെ ഈ ചോദ്യത്തിനുള്ള മറുപടി ഇപ്പൊ എനിക്ക് പറയാനാവില്ല. അത് പറയാൻ നീ എന്നെ നിർബന്ധിക്കരുത്. ശരി, ഞാൻ നിർബന്ധിക്കുന്നില്ല. പക്ഷേ എന്റെ ഒരു സംശയം മാറ്റിയെടുക്കാൻ ദേവമ്മ വിചാരിച്ച സാധിക്കും. നമ്മുടെ കമ്പനിയിലെ സ്റ്റാഫായിരുന്ന ശേഖരനും ഇവിടെ താമസിക്കുന്ന ചന്ദ്രശേഖരൻ മുത്തശ്ശനും ഒരാളാണോ? അതെ, ചന്ദ്രശേഖരൻ തന്നെയാ ശേഖറും. അപ്പോ ഞാൻ അയാളെ ഈ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചത് അബദ്ധമായോ? ഞാൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ദേവമ്മേ. ദേവമ്മ എന്തിനാ അയാളെ ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞത്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.